ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്. നിങ്ങൾ വീട്ടിലെത്തി. സോ കുറേ പേര് ചോദിച്ചായിരുന്നു നിങ്ങൾ ഫുൾ ആൻഡ് ഫുള്ളി മധുരയിലാണോ എന്ന്. അങ്ങനെയല്ല, ഹാഫായിട്ട് അവിടെ നിൽക്കും, ഹാഫ് ഇവിടെ നിൽക്കും. എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ മോർണിംഗ് കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഞാൻ ഈ സ്കിൻ കെയറും മേക്കപ്പും അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാൾ അല്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ കുറച്ച് നല്ലതാണ്, ഇതൊക്കെ ചെയ്യാമെന്ന് അറിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ എന്തൊരു കാര്യത്തിലും ഫസ്റ്റ് ചെയ്യുമ്പോൾ ഫെയിലാണല്ലോ. സോ അതുകൊണ്ടൊക്കെ എനിക്കും എൻ്റെ മേക്കപ്പ് ഫെയിലായി, എൻ്റെ ഫൗണ്ടേഷൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഫസ്റ്റായിട്ട് ഈ റൂമിൽ വെച്ച് ഒരു സീരിയസ് ആയിട്ട് എടുത്തൊരു വീഡിയോ ആണത്. സോ അതിനുശേഷം ഞാൻ കറക്റ്റാക്കി എൻ്റെ ഫൗണ്ടേഷൻ എൻ്റെ ഫേസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതും എനിക്ക് പ്രശ്നമാണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചത്, ഞാൻ ഒരുപാട് ടാൻ ആയിട്ടുണ്ട്. മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ എനിക്കുള്ള ടോണിനേക്കാളും ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഞാൻ നല്ല നട്ടുച്ചയ്ക്കൊക്കെ ഇറങ്ങാറുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെയാണ് ഞാൻ ഈ സ്കിൻ കെയർ ചെയ്യാമെന്നൊരിതിൽ സീറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഞാൻ ഒരു വീഡിയോയിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പം എനിക്കിഷ്ടമാണ്. സോ ഈ മുടി ഒന്ന് കെട്ടി വയ്ക്കാം. സോ ഞാൻ ഈ സ്കിൻ കെയർ ചെയ്യാനായിട്ട് സ്പെഷ്യലായിട്ട് H&M നിന്ന് വാങ്ങിച്ചതാണത്. എവിടെ തലയിൽ പരിക്ക് പറ്റിയ പോലെ ഉണ്ടല്ലേ, വളരെ നല്ലത്. ഷടാ, ഫാൻ ഇട്ടേക്കൊണ്ട് മുടിയും ഇരിക്കുന്നില്ല, ഇത് വെച്ചിട്ട് തന്നെ കാര്യം. ഇത് കുറച്ച് വലുതാണ്, സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് വലുതാണ്, കണ്ടില്ല, ലൂസ്. ഞാൻ രാവിലെ ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അടുക്കളയിലോട്ട് ഓടും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് ക്യൂബ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം വെച്ചേക്കാം, അത് അവിടെ നിന്ന് എടുത്തുകൊണ്ടിരാനായിട്ട്. എന്നിട്ട് ഞാൻ നല്ല രീതിക്ക് ഫേസിൽ വെച്ച് കഴുകും. ഐസാണെന്നുണ്ടെങ്കിൽ അത് എവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതൊരു ശീലമായി പോയി, ഭയങ്കര ശീലമായി പോയി. അത് അവിടെ മധുരയിൽ പോയാലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഐസ് വാട്ടർ വെച്ചിട്ട് ഫസ്റ്റ് ഞാൻ കഴുകും. പിന്നെ എനിക്കൊരു ഷീറ്റ് മാസ്ക് വെക്കണമെന്ന് നിർബന്ധമാണ്, പക്ഷേ ഇന്ന് ഞാൻ വെക്കുന്നില്ല. കാരണം ഇന്ന് ഡയറക്റ്റായിട്ട് സ്കിൻ കെയർ അങ്ങ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇത് കോഡാലി മിസ്റ്റ് എന്ന് പറയും. ഇത് കൊള്ളാം, നല്ല. അടുത്തായിട്ട് ഒരു സീറമാണ്. സോ ഇത് ഒരു കുറേ ആയി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്, നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫേസിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഓരോരുത്തർ പറയുന്നത് അതാണ്, ടാനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് പറയുന്നത്. എൻ്റെ വെയിലത്തിറങ്ങുന്ന പ്രശ്നമുണ്ടല്ലോ, അതാ ടാനിന് സീനാവുന്നത്. സ്കിൻ കെയർ തന്നെ എന്തുകൊണ്ടും നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ. അടുത്തത് എൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് ഞാൻ മോർണിംഗ് യൂസ് ചെയ്യാറുണ്ട്, നൈറ്റ് സ്കിൻ കെയറിൽ യൂസ് ചെയ്യാറുണ്ട്, നല്ലതാണ്. മുത്തമാഗാലി കണ്ടില്ലേ, ഏകദേശമൊക്കെ തീരാറായി. മെയിനാണ് വന്നിട്ടില്ല, സൺസ്ക്രീൻ. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു, ഇനി അടുത്തത് സൺസ്ക്രീൻ. ഞാൻ ഒരുപാട് സൺസ്ക്രീൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടും ഇൻസൈഡിൽ ഞാൻ ഹാപ്പി ആയിട്ടുള്ളതാണ് ഏത് സൺസ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ് കെയറിൻ്റെ ആണ്. സോ ഇത് ഞാൻ ഒരുപാട് ട്യൂബ് തീർത്തു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സൺസ്ക്രീന് ഞാൻ ഇഷ്ടമില്ലാത്തൊരാളായിരുന്നു. പക്ഷേ ഞാൻ നൈറ്റ് സൺസ്ക്രീൻ ഇട്ട് തുടങ്ങി അതിനുശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. കറക്റ്റായിട്ടൊരു കാര്യം, നമ്മൾ സ്കിൻ കെയർ എന്നല്ല, നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും നമുക്കത് ശരിയാകണം, അല്ലെങ്കിൽ ഇത് നമ്മൾ ഉപയോഗിക്കണം എന്നൊരു കറക്റ്റായിട്ടൊരു ഓർഡറിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ബെസ്റ്റായിട്ടൊരു റിസൾട്ട് കിട്ടും. സോ ഞാനങ്ങനെ അത്യാവശ്യം മുടക്കാറില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. സോ സൺസ്ക്രീൻ ഇടുക. എനിക്ക് അറിയത്തില്ല, എനിക്ക് നൈറ്റ് സൺസ്ക്രീന് ഇടുന്ന കൂടുതൽ ഇഷ്ടം. വെക്കിതോ ഇങ്ങനെ ഒരുമാതിരി ഒട്ടുന്നതുകൊണ്ടായിരിക്കാം, എന്തോ പോലെ ഒരു ഉണ്ടല്ലോ ഇറിറ്റേഷൻ. കുറേയൊക്കെ ഇടാം. ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾ ഇഷ്ടപ്പെടും, കാരണം ഇത് അത്രയ്ക്ക് വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത
ലൈക്ക് ഒരു ഇൻവിസിബിൾ ജെല്ല് പോലെ. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും ഇതാണോ ഇൻവിസിബിൾ ജെല്ലെന്ന്. ഇപ്പോൾ കാണിച്ചു തരാം. ഈ വീഡിയോ ഞാൻ കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ സൺസ്ക്രീന് ഇട്ടതായിട്ട് അറിയുന്നുണ്ടോ? ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്ക് തന്നെ ആ ഒരു വീഡിയോ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും തുടക്കം എങ്ങനെയായിരുന്നു അവസാനം എങ്ങനെയാണെന്ന്. കണ്ടില്ല? നല്ല. സോ ഫൈനലായിട്ട് എൻ്റെ ലിപ് ബാം ഉപയോഗിക്കാം. നല്ല മണം, എന്തോ ബെറി. ഇതിൽ കൂടെ തന്നെ എൻ്റെ KHD വീഡിയോസിൽ കൂടുതലായിട്ടും ഈ ഹെയറിൻ്റെ കാര്യം നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം. ഈ വീഡിയോ ഞാൻ ഇത് പറഞ്ഞ് എൻ്റെ ആക്കണം. ഒരു നല്ല ഷാമ്പൂവും കണ്ടീഷണറും നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങൾ ചെയ്യൂ, എനിക്കത് പറയാനുള്ളൂ. ഞാനത് മാത്രമേ ചെയ്യുന്നത്. സോ വേറെ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഞാനൊരു 3.5 വർഷം മുന്നേ എന്തോ ലെയേഴ്സ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, കളർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോഴെന്തോ അപ്പോൾ തന്നെ ഞാൻ എന്തോ ചെയ്തത് അതല്ലേ അതൊരു ഇതല്ലേ. അല്ലാതെ ഇപ്പോഴൊന്നും ഒന്നുമില്ല. ഫുൾ ആൻഡ് ഫുള്ളി നാച്ചുറലാണ്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കേളി ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഒരു ദിവസം മുടി അങ്ങ് കേളി ആക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അപ്പോൾ ഞാനതൊരു വ്ലോഗായിട്ട് ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ലൈക്ക് ഇപ്പം എൻ്റെ മുടി സ്ട്രെയിറ്റ് അല്ലേ, ഈ സ്ട്രെയിറ്റ് മുടി കേളി ആയിട്ടിരുന്നത് എങ്ങനെ ഇരിക്കും? ലൈക്ക് മറ്റേ എന്താ മെഷീൻസ് ഒന്നും വെച്ച് ചെയ്യുന്നതല്ല, അതിൻ്റെ ക്രീമും കണ്ടീഷണറും ജെല്ലൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് നമ്മളത് ചെയ്യുമെന്നുണ്ടെങ്കിൽ പറയണം, അതൊക്കെ ചെയ്യും. ഇനി വേണ്ട നിങ്ങൾക്ക് ഞാനത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സങ്കടമാണെന്നുണ്ടെങ്കിൽ സങ്കടം ഉണ്ടാകത്തില്ല, ആർക്കെല്ലാം അത് കാണാൻ ആഗ്രഹം ഉണ്ടാകത്തില്ലോ. എന്നെ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാണ്. എനിക്കും അത് കാണാൻ താല്പര്യമാണ്. ഞാൻ ഇതുവരെയ്ക്ക് ചെയ്തിട്ടില്ല. ലൈക്ക് ആ ഒരു സംഭവം ചെയ്താലോ എന്നൊരു പ്ലാനിങ് ഉണ്ട്. നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും. സോ ഗായ്സ്, കൂടുതലായിട്ട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങളും അത്യാവശ്യം സ്കിൻ കെയർ ഒക്കെ ചെയ്ത് സ്കിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യൂ. ബൈ.